ഭയങ്കര ആഴമാണ്. കാമയുടെ വെണ്ട മതിൽ ചാടിക്കിടക്കണ ലോകത്തിലെ ആദ്യത്തെ കാമുകനല്ല നീ. ചാട്. അപ്പുറം ഗേറ്റ് ഓപ്പൺ ആണല്ലോ. ആരെങ്കിലും കണ്ടാ തീർന്നട്ടാ. ആരും കാണൂല, ഞാൻ പുറത്തുണ്ടാകും. ഇനി ആരെങ്കിലും വന്നാ ഞാൻ ഡോറിലെ മുട്ട. മതി. ഓക്കെ. അപ്പൊ ധൈര്യമൊക്കെ ഉണ്ടല്ലേ? ഉറങ്ങില്ലേ? എന്താ ഉറങ്ങണം? ഒരു 10 തരാം. വേണമെങ്കോ? ഇല്ല, വേണമെങ്കില്ല. ഇതാരാ ഇത്? അമ്പാടി. പുറത്ത് തന്നെ നിൽക്കാൻ എനിക്കൊരു പേടി. ഞാൻ വേണമെങ്കിൽ അകത്ത് മുറിയിൽ എവിടെയെങ്കിലും കയറി ഇരുന്നോളാം. എന്തിനാണ് അമ്പാടി? പ്ലീസ് പോ. വാ. എന്ത്? വാ. പറ. എന്താ കാണിക്ക? എന്താടാ? ഇവിടെ പുറത്തു കൂടി ആൾക്കാർ പോന്നെ, എന്നെ ആരെങ്കിലും കാണും. നമുക്ക് പോയാലോ? മര്യാദ തിരിച്ചു പോകുമ്പോ എന്നെ പിടിച്ച് കയറ്റിട്ട് പിന്നെ പോവാന്നോ? എടാ കുറച്ചു നേരം പ്ലീസ്. കുറച്ചു നേരമുള്ളേ. 5 മിനിറ്റ്. ഇനി വേണ്ട, പോ. പോണോ? എന്താ 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 പറ. വേണ്ട, പോ. എന്താ? ഒറ്റ ചവിട്ട് ചെറുക്കും എന്നോട്. സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയ ഒരു യുവാവുണ്ട്. സെക്രട്ടറി, പ്രസിഡന്റ്, സെക്രട്ടറിക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു. അത് പ്രസിഡന്റ് മാപ്പാക്കണം. നാട്ടുകാരെ വിളിച്ചു കൂട്ടരുത്. നിങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റ് കളിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്ക്. എന്ത് തീരുമാനം? എന്റെ വീടും എന്റെ പേളുമായി പോയില്ലേ? നാട്ടുകാരോട് പറയാൻ പറ്റുമോ? അതെ, എന്ന് കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി, നടത്തി തരാം. അതുവരെ ദയവേത് മതിൽ ചാടരുത്. ഇല്ല, സത്യാണല്ലോ. എന്റെ അനിയത്തി മീരക്ക് ശലഭയുടെ അതേ പ്രായമാണ്. അപ്പൊ അവളുടെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാ ഒരു 6 മാസം. അത് ശരിയാ. അതാകുമ്പോ അപ്പത്തേക്ക് എന്റെ എക്സാം കഴിയും. ശരി. പോകുന്നില്ലേ? പോവാം. അതെ, ഒരു ഉപകാരം ചെയ്യണം. ഇങ്ങോട്ട് വന്ന പോലെ ആരും കാണാതെ അങ്ങോട്ട് പോണേ. അയ്യോ, ഞായറാഴ്ച പത്രക്കല്ലേ കരയോഗ മീറ്റിംഗ് പ്രസിഡന്റ്. സർ, പ്രൊഫൈല് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലായിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമോ? കറക്റ്റാണോ എന്ന്? ഗോഡ് ഫിയറിംഗ്, ഹോംലി, വെൽ ഡിസിപ്ലിൻഡ്, വെൽ മാനേഡ്, ഇതൊക്കെ പോരെ സർ ഡിസ്ക്രിപ്ഷനിൽ? മതി. വെൽ ഡിസിപ്ലിൻഡ് മതി. അത് തന്നെ ധാരാളം. വെൽ ഡിസിപ്ലിൻഡ് അത് മതി. സർ, ഇതാ ബില്ല്. ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് സർ. സർ, ഞാൻ ലോഗ് ഔട്ട് ചെയ്യാൻ പോവായിരുന്നു. അപ്പൊ ദേ നോക്കിയ ഒരു ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു. കണ്ടില്ലേ സാർ, ആയിരക്കണക്കിന് വരുന്ന പ്രീമിയം പ്രൊഫൈലുകൾക്കിടയിൽ സാറിന്റെ സിസ്റ്ററിന്റെ പ്രൊഫൈൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇനി ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. ഓഹോ, ജീവൻ രാജ് പേടിച്ചു പോയല്ല. ഫേമസാ? എനിക്കറിയില്ല. അല്ല, 3 വർഷമായിട്ടുള്ള ഞങ്ങളുടെ പ്രീമിയം ക്ലയന്റ്. 3 വർഷമല്ലേ? മൂപ്പർക്കൊരു ചെറിയ ജാതക പ്രശ്നം. പിന്നെ അങ്ങനെ എല്ലാ പ്രൊഫൈലും ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല. ജാടയാ? അല്ല, പുള്ളി ഭയങ്കര ചൂസ് ചെയ്യാ. ആരെ ഇഷ്ടപ്പെടാത്ത ജീവൻ രാജിന് നിങ്ങളുടെ പെങ്ങളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാനെന്ത് പറയാനാണ് സാർ? വെരി ലക്കി അല്ലേ? നല്ല ഉഗ്രം പയ്യനാണ് ചേട്ടാ.
രണ്ട് പ്രൊഫൈലും വളരെ മാച്ചിങ് ആണ്. 90% മാച്ചിങ്. നോൺ ആൽക്കഹോളിക്, നോ സ്മോക്കിംഗ്. പിന്നെ ആളും വെൽ ഡിസിപ്ലിൻഡ് ആണ്. വെൽ ഡിസിപ്ലിൻ. അതെ സർ, താല്പര്യമുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് തിരിച്ചു ഇൻട്രസ്റ്റ് കൊടുക്കാലോ. കൊടുത്തോ കൊടുക്കാം. കമ്പ്യൂട്ടറിനോട് പറഞ്ഞോളൂ. ഓക്കെ സർ. എടാ അത് കണ്ടോ, ഒറ്റയടിക്ക് നോക്കല്ലേ. നമ്മുടെ കൊഴിയാമ്പറമ്പിലെ കൊച്ചല്ലേ അത്? ആ കൂടെയുള്ള ചെക്കനേതാ? ഇതിന്റെ ഒന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അത് പോട്ടെ, നീ ടൗണിലുണ്ടായിരുന്നോ? എന്തുവാ പറയാൻ വന്നേ? ദോശ വരട്ടെ. ഓ ഇവിടുത്തെ നല്ല ദോശയാണല്ലേ? അത് പറയാനാണോ നീ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? അല്ല അമ്മേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. ഉദാഹരണത്തിന് ഈ വട, ഇത് മസാല ദോശയുടെ കൂടെ നമ്മൾ ചോദിച്ചിട്ട് വന്നതല്ല. പക്ഷേ അതും അമ്മ ഒന്നും പറയാതെ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ചില സങ്കടങ്ങളും അങ്ങനെയാണ് അമ്മ. ഈ വട പോലെ വന്ന് കയറും, നമ്മളത് ഉൾക്കൊണ്ട് ജീവിക്കണം. നീ എന്തുവാടാ ഈ പറയുന്നേ? അമ്മേ, ഒരു MBA-കാരൻ പയ്യനുണ്ട്, നല്ല സ്വഭാവം, ടൗണിൽ സ്റ്റുഡിയോ നടത്തുവാണ്. നമ്മുടെ മീരയ്ക്ക് വേണ്ടി ആലോചിച്ചാലോ? അതാണോ കാര്യം? അപ്പൊ നിനക്ക് ഇത്രയൊക്കെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോടാ? പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. പയ്യൻ ക്രിസ്ത്യാനിയാ, പ്രേമത്തിലാണ്. പ്രേമോ? നീ എന്താണ് ഈ പറയുന്നേ? ഇരിക്കമ്മേ, നാട്ടുകാരെ ബാളം വിചാരിക്കില്ല. പ്ലീസ് ഇരിക്കേ. കൊല്ലും ഞാൻ അവളെ. അവളുടെ ഒരു ടൂർ ഇന്ന് വരട്ടെ അവള്. അമ്മ ഒന്ന് അടങ്ങമ്മ, ഞാൻ പറയട്ടെ. നീ ഒരു കോപ്പം പറയണ്ട. ആ യന്ത്രാണി ഞാൻ കൊന്നു കുഴിച്ചു മൂടും. അവനാകെ ഒരു കുറവുള്ളൂ, നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. അമ്മ ഒന്ന് ഓർത്ത് നോക്കി, നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? ആ ജോസ്റ്റാനല്ല എല്ലാത്തിനും ഉള്ളത്. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. ഇത്രയും നാൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ. എന്തായാലും നമ്മുടെ കൊച്ചല്ലമ്മേ. എന്നാലും കുടുംബക്കാരൻ പോവാൻ പറയാതെ. ഞാൻ ജോസ്റ്റാനും കുറച്ചു നേരം മുമ്പ് അവനെ പോയി കണ്ടായിരുന്നു. നല്ല പയ്യനാണമ്മേ, അവളെ പൊന്നുപോലെ നോക്കിക്കോളൂ. എന്റെ പാലും ചുഴിയമ്മേ, എനിക്കൊന്നും അറിയില്ല. നീ തന്നെ തീരുമാനിക്ക. ഹലോ, എടാ പുള്ളി എവിടെ പോയി കിടക്കാണ്? ഉച്ചക്ക് 1:30 തൊട്ട് നിൽക്കുക. ഇപ്പൊ എങ്ങാനും വരോ? ഇവിടെ ലൈറ്റൊക്കെ പോയി തുടങ്ങി. നീ പോകുന്നില്ലല്ലേ? ഇന്ന് ബുദ്ധപൗർണമിയായിട്ട് ബുദ്ധപൗർണമി നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആയിരുന്നു, കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് മാറ്റി. അതൊക്കെ എനിക്കറിയാം. അതിങ്ങോട്ട് മാറ്റിയോ? ഇല്ല. എടി, പ്രിൻസിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡേറ്റ് വല്ല അനൗൺസ് ചെയ്ത എക്സാമിന്റെ? ഏയ് ഇല്ല. ഇനി ഇതൊക്കെ തന്നെയായിരിക്കും ഇവിടെ കേൾക്കേണ്ടി വരുന്നത്. നിങ്ങളത് എവിടെ പോയിരിക്കായിരുന്നു? എന്തോ അമ്മയ്ക്ക് പോയി പഠിക്കടി. പഠിക്കാനൊന്നുമില്ലേ? അമ്മ എന്തിനാ വെറുതെ അവളോട് ചാടി കയറുന്നത്? ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്റെ മുഖത്ത് പോലും നോക്കിയില്ലല്ലോ. ഗിഫ്റ്റ്. നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയിരിക്കായിരുന്നു? കാപ്പി കുടിക്കാൻ പോയി. നീ ചോദിച്ച സാധനം. ചക്കര ചേച്ചി, ഞാൻ ഇതിട്ടിട്ട് വരാവേ. ഭയങ്കര സീരിയസ് ആണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഞാനില്ലാത്ത ഇത്രയും ദിവസം? താങ്ക്സ്. ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു. ആദ്യം പ്രശ്നമായിരുന്നു, പിന്നെ ഒരു ഇത് ഓക്കെ. നമുക്കിനി വച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. ശരിടാ. നാളെ നമുക്കൊന്നാണ്. ഹലോ ഹലോ